നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജോലി, കുടുംബജീവിതം, പ്രണയബന്ധം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് തെറ്റായിരിക്കാം. കൂടാതെ പലരും നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങളിലേക്കൊരു വ്യക്തത വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ വളരെ കാലമായിട്ട് സങ്കടത്തിൽ മാത്രം തുടരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നതാവാം. നിങ്ങൾ നേരിടുന്ന ആ ഒരു സങ്കടത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രകാശം വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലും സമ്പാദ്യശീലം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളിലെ അനാവശ്യ ചിലവുകൾ മൂലം നിങ്ങളിൽ പലരും പണം ധാരാളമായിട്ട് ചിലവാക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ആ ഒരു അമിത ചിലവ് മൂലം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളിലെ അത്തരം ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പണം സമ്പാദിക്കണം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോഴും സങ്കടപ്പെടുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഇപ്പോഴും സങ്കടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള സന്ദേശം ആയിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദുരനുഭവങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ നിങ്ങൾ മറക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ ശുഭ പ്രതീക്ഷ കൊടുക്കുക. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലും പലപ്പോഴും മടി, അലസത ഇവയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം നിലനിർത്തുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും പരിഗണിക്കുന്നവരെയും ഒക്കെ തിരിച്ചും അതേപോലെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും വലിയ മനസ്സുള്ളവരാണ് നിങ്ങളിൽ പലരും. കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെ ആയാലും നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നത്തിൽ പല വിധത്തിലുള്ള തിരിച്ചടികളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം. പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം നിങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ
അത്തരം സാഹചര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമോ എന്ന് ചിന്തിച്ചുള്ള ഒരു ആശങ്ക നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ട്, അതായത് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വളരെയധികം സാധ്യതകൾ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു വിജയം ഉണ്ടാവും എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിനുള്ള പല അവസരങ്ങളും പല വഴികളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. അത് കണ്ടെത്തുക. നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു വഴി കണ്ടെത്തി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു തുടക്കം അത് ഇപ്പോൾ തന്നെ നിങ്ങൾ കുറിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായാലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു വിവാഹം നടക്കുന്നതാവാം, അതല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതാവാം, വീട് വയ്ക്കുന്നതാവാം, വാഹനം വാങ്ങുന്നതാവാം. അത്തരത്തിൽ ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമായാലും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദൈവികമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുക. എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശക്തി തന്നെ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ, മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക. ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണോ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.